അറിയാമല്ലോ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവ് അല്ലെ എബ്രായ ബാലന്മാര് അവരെന്ത് ചെയ്തു? തീച്ചൂളലിട്ട് കൊന്നുകളയാൻ വേണ്ടി എന്ത് ചെയ്തു? നടന്നോ? ഇല്ല. നാലാമനായി ഒരുവൻ എന്ത് ചെയ്തു? ഇറങ്ങി തീച്ചൂളയുടെ നടുവിലേക്ക് എന്ത് ചെയ്യാണ്? ഇറങ്ങി വരുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അത്? ഒന്നാമതായ സാഹചര്യം നമുക്കറിയാം. ഒരു പാട്ടുകാരൻ പറഞ്ഞല്ലോ, വീഴുന്നതോ തീയിലല്ല, എൻ യേശുവിന്റെ കരങ്ങളിലാണ്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായിട്ട് കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കുന്നില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു. ഞാൻ എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീയിലല്ല, എന്റെ യേശുവിന്റെ കരങ്ങളിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വിഷയം, രാജാവ് അതെ എന്താണ് ആരോഗ്യമുള്ളതായ മല്ലന്മാരായ ചില വ്യക്തികളെയാണ് എബ്രായ ബാലന്മാരെ തീച്ചുളയിലേക്ക് ഇടാൻ വേണ്ടി കരങ്ങള് കാലുകൾ കെട്ടി തീച്ചുളയിലേക്ക് ഇടാൻ വേണ്ടി അവരെ ആഹ്വാനം ചെയ്തത്. എന്നാൽ ആ തീയുടെ ജ്വാല ഈ മല്ലന്മാരായ വ്യക്തികളെ അത് ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് കാണുന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്ന എബ്രായ ബാലന്മാരെ തീയുടെ മണം പോലും വേശാതെ ദൈവം സൂക്ഷിച്ചതായിട്ട് കാണുന്നു. ഇതാണ് പറ്റി നിൽക്കുന്നവന്റെ പ്രത്യേകത. ഇതാണ് പറ്റി നിൽക്കുന്നവന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവത്തോട് നീ പറ്റി നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഒതുക്കാൻ വരുന്ന ചില ശക്തികളെ ദൈവമില്ലായ്മ ചെയ്തുകൊള്ളൂ. വിശ്വസിക്കൂ ദൈവത്തിലെ നിന്നെ ഒതുക്കാൻ വേണ്ടി ആയിരിക്കാം തീച്ചൂളയുടെ ശക്തി 7 മടങ്ങ് വർദ്ധിപ്പിച്ചത്. പക്ഷേ ആ തീച്ചൂളയുടെ അത് ജ്വാല കണ്ടിട്ടൊന്നും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ നടുവിൽ ഇറങ്ങി വരാൻ കഴിവുള്ള സർവശക്തനായവനെ നീ ഭയപ്പെട്ടാൽ മതി. അവനെ ഭയപ്പെട്ടാൽ തീ നിനക്കൊരു ഭയമായി തീരുകയില്ല. രാജാവ് ഒരുക്കുന്ന തീയെ നിനക്കൊരു ഭയമാകുകയില്ല. രാജാതി രാജാവായ ദൈവത്തെ നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ, രാജാതി രാജാവായ കർത്താവിന് നീ പറ്റി നിന്ന് കഴിഞ്ഞാൽ, അവനുമായിട്ട് പറ്റുമാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ തീച്ചൂള നിനക്ക് ഒരു ഭയമായിട്ട് എന്ത് ചെയ്യത്തില്ല, തീരുകയില്ല. പലർക്കും പ്രതികൂലം ഭയമായിട്ട് നിൽക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ദൈവ സാന്നിധ്യം പലപ്പോഴും അവരിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ, ദൈവീയ ആശ്രയം അവരിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ, കഷ്ടതയുടെ ചില തീച്ചൂള മുൻപില് 7 മടങ്ങ് വേണ്ട, എന്താണ് 1 മടങ്ങ് വർദ്ധിക്കുമ്പോഴേ നമുക്കെന്താണ് ഭയമായി തീരുന്ന അനുഭവം. പക്ഷെ എബ്രായന്മാരെ നോക്കി 7 മടങ്ങ് വർദ്ധിപ്പിച്ചപ്പോഴും അവരുടെ തീരുമാനത്തിൽ നിന്ന് ഒരല്പം പോലും അവർ പുറമോട്ട് പോയോ? ഇല്ല. അവർ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിന്നു. മറ്റൊന്നിലേക്ക് ഞങ്ങൾ തിരികെയില്ല. രാജാവുണ്ടാക്കിയതായ ആ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. വിടുവിച്ചാലും ഇല്ലെങ്കിലും ആ ദൈവത്തെ തന്നെ സേവിക്കും എന്നുള്ളതായ ഒരു ഉറച്ച തീരുമാനം അവരെടുത്തു. അതിന്റെ നടുവിലാണ് ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്തത്? വെളിപ്പെടുവാനായിട്ടിടയായി തീർന്നത്. അവരെ കെട്ടിയതായ കെട്ട് അത് ചാമ്പലായി എന്നുള്ളതല്ലാതെ അവരുടെ ശരീരത്തിന് തീയുടെ മണം പോലും എന്ത് ചെയ്തില്ല, തട്ടിയില്ല. ഇതെങ്ങനെ സാധ്യമാണ്? നമ്മുടെ ബുദ്ധി കൊണ്ട്, ചെറിയ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചാൽ അതിനൊന്നും മറുപടി കാണുവാനേ എന്ത് ചെയ്തില്ല. അവരിട്ടിരുന്ന ഡ്രസ്സിന് ഒന്നും എന്ത് ചെയ്യുന്നില്ല, തീയുടെ മണം ഏശിയില്ല. അവരെ എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ അത് തലയിലേതായിരിക്കുന്ന മുടിയെ തീയുടെ മണം ഏശിയില്ല. അത് അവരുടെ ശരീരത്തിലും മറ്റ് അവയവങ്ങളിലേക്കൊന്നും ആ തീയുടെ ജ്വാല വേശിയില്ല. പക്ഷെ രാജാവ് കെട്ടിയതായ അല്ലെങ്കിൽ പടയാളികളെ കൊണ്ട് കെട്ടിച്ചതായ ആ കെട്ട് അഴിഞ്ഞു എന്നുള്ളത് എന്താണ്? വാസ്തവമാണ്. അപ്പൊ ചില കെട്ടുന്ന കെട്ടുകള് എന്ത് ചെയ്യുന്നു? അത് ശത്രു പലപ്പോഴും നമ്മളെ അത് എറിഞ്ഞ് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി നോക്കുമ്പോൾ അതിന്റെ നടുവിൽ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ കെട്ട് അഴിഞ്ഞിട്ട് നമ്മൾ സ്വതന്ത്രരായിട്ട് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരികയാണ്. അപ്പൊ അവൻ ദോഷത്തിനായിട്ട് കെട്ടുന്നു, നിനക്കത് നന്മയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു? കൂടി ആഹരിക്കുന്നു. ഈ വിശ്വസിക്കട്ടെ, ദോഷമായിട്ട് പലരും ശത്രു കെട്ടുവാൻ സാധ്യതയുണ്ട്. പക്ഷെ നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? അത് നന്മയ്ക്കായിട്ട് അത് കൂടി ആദരിക്കുക തന്നെ ചെയ്യും. വിശ്വാസ കണ്ണാലെ നമുക്കതങ്ങനെ കാണുവാനായിട്ട് സാധ്യമായിട്ട് തീരുമോ? ദൈവത്തിന്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിലാപത്തെ നൃത്തമാക്കി തീർക്കണം, രട്ടഴിക്കണം, സന്തോഷം ഒടിപ്പിക്കണം. 30-ാം സങ്കീർത്തനം അതിന്റെ ഒരു ഭാഗത്ത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എന്നെ രട്ടഴിച്ച് എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ രട്ട് അഴിക്കുക,
സന്തോഷം ഉടുപ്പിക്കുക ഇത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ എന്ത് ചെയ്യത്തുള്ളൂ, കഴിയത്തുള്ളൂ. നമ്മളൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് പറയും ആ പോട്ടെ സാരമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ രട്ടിന്റെ പുറത്തോട്ട് നമ്മൾ ചില വാക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യത്തുള്ളൂ. പക്ഷെ കർത്താവ് ചെയ്യുന്ന കാര്യം എന്താ അറിയാമോ? എന്താണോ ദുഃഖത്തിന്റെ പ്രതീകമായിട്ടാണ് രട്ടെടുക്കുക എന്ന് പറയുന്നത്. എന്തിനാണ് പഴയ നിയമകാലങ്ങളിൽ ദൈവഭൃത്യന്മാര് അല്ലെ പുരോഹിതന്മാര് അല്ലെ രാജാക്കന്മാര് ഇതേപോലെ രട്ടെടുത്തിട്ടുണ്ട്. രട്ട് പുതച്ചതായ അനുഭവം കാണുന്നു. നിനവയിലെ ആ വലിയ പട്ടണത്തിൽ വരുന്ന നാശനിമിത്തം അത് ജനമെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ, ഈ രട്ടെടുത്തുകൊണ്ട് ദൈവസ്ഥാനിൽ ഇരുന്നതായിട്ട് കാണുന്നു. രാജാവ് രട്ട് പുതച്ചിരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇതിനെല്ലാം അത് പിൻപിലെ പ്രവൃത്തി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധിയെ താഴുക എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ ദൈവസന്നിധി താഴുന്നതിനുള്ള പ്രതീകമായിട്ട് അവരങ്ങനെ രട്ടെടുത്ത് അത് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഈ 30-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അവിടെ കാണുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. വിലാപത്തെ നൃത്തമാക്കി തീർക്കുകയും രട്ടെ അഴിച്ചിട്ട് സന്തോഷം കാരണം ദുഃഖത്തിന്റെ പ്രതീകമായിരിക്കുന്ന അല്ലെ എന്നും നീ രട്ടെടുത്ത് കാണണമെന്ന് പിശാച് എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. എന്നും നീ ദുഃഖത്തോടെയും എന്നും നീ കണ്ണുനീരോടെയും എന്നും വിഷാദത്തോടെയും പോകുന്നത് കാണാൻ വേണ്ടി പൈശാചിക ശക്തി എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ മകള് ദുഃഖിച്ചത് മതി, എന്റെ മകള് ഭാരപ്പെട്ടത് മതി, എന്റെ മകള് അത് നെടുവിൽപ്പെട്ടത് മതി. ഇനിയും ആ ദുഃഖത്തിന്റെ രട്ടിനെ ഞാൻ അങ്ങ് അഴിച്ചു മാറ്റാൻ പോവുകയാണ്. തൽസ്ഥാനത്ത് ഞാൻ സന്തോഷം എന്ത് ചെയ്യാം, ഉടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ദൈവം ചെയ്താല് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവമല്ലേ? നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് പറ്റും? പക്ഷെ നമ്മുടെ സൃഷ്ടാവായ ദൈവം പ്ലാൻ ചെയ്യുന്നു. ഇനി നീ ദുഃഖിച്ചത് മതിയെന്ന് കണ്ടിട്ട്, ഇനി നീ നെടുവിൽപ്പെട്ടത് മതിയെന്ന് കണ്ടിട്ട്, ഇനി നീ ഭാരപ്പെട്ടത് മതി, ഇന്ന വിഷയത്തിന് വേണ്ടി നീ ദുഃഖിച്ചിരിക്കുകയല്ലേ, ഇനി ആ ദുഃഖത്തെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നു, അഴിച്ചു മാറ്റാൻ പോവുകയാണ്. തൽസ്ഥാനത്ത് സന്തോഷം ഉടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവം അത് ചെയ്യും. ദൈവമല്ലേ, നീ വിശ്വാസത്തോടെ ദൈവസ്ഥനിലേക്ക് ആ വിഷയങ്ങൾ വിട്ടുകൊടുക്ക. കർത്താവ് അത് ചെയ്യും. നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റുകയില്ല. ചിലപ്പോൾ നിന്റെ മകനെ ഓർത്ത്, നിന്റെ മകളെ ഓർത്ത്, നിന്റെ ഭവനത്തിലെ ചില വിഷയം ഓർത്ത് നീ വളരെ ഭാരപ്പെട്ട് കടന്നു വന്ന വ്യക്തിയായിരുന്നേക്കാം. എന്നാൽ ഇന്ന് പകല് പരിശുദ്ധാത്മ പ്രേരണ ഞാൻ വിളിച്ചു പറയട്ടെ, ആ ദുഃഖത്തിന്റെ രട്ടിനെ ദൈവം അഴിച്ചു മാറ്റാൻ പോവുകയാണ്. സന്തോഷം ഉടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ദൈവത്തിന്റെ വിടുതലിൻ്റെതായിരിക്കുന്ന പ്രവൃത്തിയായിട്ട് അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വിശ്വാസ കണ്ണാലെ നിങ്ങൾ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. എന്റെ കർത്താവ് അത് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ജയം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. വിലാപം നൃത്തമാക്കി തീർക്കാൻ, ഇരട്ടടിച്ച് സന്തോഷം ഉടിപ്പിക്കാൻ കർത്താവ് ഈ വർഷം എന്നെ വിട്ട് അവിടെ പോകുവാൻ ഏതാനും ദിനങ്ങൾ മാത്രം ശേഷിച്ചിരിക്കുകയാണ്. ഈ പുതിയ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എന്റെ ദുഃഖത്തിന്റെ രട്ടിനെ നീ ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് എന്നെ ഒന്ന് സന്തോഷം ഉടിപ്പിക്കണമെന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരട്ടെ. വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ ഇടയായി തീരട്ടെ. അതുപോലെ സംഭവിക്കുമാറാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് എന്നുമെന്നും നീ ദുഃഖിച്ചു പോകേണ്ടി വരികയില്ല, എന്നുമെന്നും ഭാരപ്പെട്ടു പോകേണ്ടി വരികയില്ല, എന്നുമെന്നും നെടുവീർപ്പോടെ വരികയില്ല. അതിനപ്പുറത്ത് ദൈവം അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ്. ദൈവം അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന വണ്ണം ദൈവം അതിന്റെ മേലെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അത് മതി, അവിടെ കൊണ്ട് മതി, ഇനി ഞാൻ സന്തോഷം ഉടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. സന്തോഷം ഉടിപ്പിക്കാൻ വേണ്ടി അത് പോവുകയാണ്. ദൈവം ആ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിശയിക്കത്തക്കവണ്ണം, നമ്മളെ ആശ്ചര്യപ്പെടുമാറ് ദൈവത്തിന്റെ മഹത്വം ആ വിഷയത്തിന് മുൻപാകെ എന്ത് ചെയ്യും, അങ്ങനെ വെളിപ്പെടുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ നമുക്കതിനെ അന്ന് സ്വീകരിക്കുവാനായിട്ട്